ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാമിയോ വന്നു. ബേസിലൈൻ ഉണ്ടെന്നുള്ള റിവീൽ ചെയ്തായിരുന്നു. എന്താണ് എങ്ങനെയാണെന്നുള്ള ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല, നിങ്ങൾ കണ്ടാൽ മതി. വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്, പക്ഷെ ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അവിടെ ഗേൾസിന്റെ. ഇത് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ ഏറ്റവും കൂടുതൽ ഇത് ഇപ്പം ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഈ കണ്ടിരിക്കുന്നവർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന 90s കിഡ്സ് ആണ്. ആ ഒരു പീരീഡിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ തോന്നിവാസങ്ങളും കുരുത്തക്കേടുകളിലും കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബോയ്സ് തന്നെയാണ്. നസീറിക്കയുടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇത് വിപിൻ ചേട്ടനെ വിളിച്ച് പറയാം, നമുക്ക് ഇന്ന ക്യാരക്ടർ നസീറിക്കയ്ക്ക് കൊടുക്കാം എന്ന് പറയാനായിട്ടിരിക്കുമ്പോഴാണ് വിപിൻ ചേട്ടൻ എനിക്ക് അവിടെ നിന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നത്, എടാ നമുക്ക് ഈ ക്യാരക്ടർ നസീറിക്കയ്ക്ക് ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വർക്കൗട്ടായ പല കാര്യം. കഥയോടും സ്ക്രിപ്റ്റിനോടും അത്രയും യോജിച്ച് നിൽക്കുന്ന ഒരു പേര് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഒരു പോയിന്റിൽ നമ്മൾ എപ്പോഴാണോ അംഗീകരിക്കപ്പെടുക, അപ്പോഴാണ് നമ്മുടെ പാരൻസ് നമ്മൾ അംഗീകരിക്കുന്ന എപ്പോഴാണോ അപ്പോഴാണ് നമ്മൾക്ക് സക്സസ് ആവുന്നതെന്ന് പറയുന്നുണ്ട്. ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നത് വരെ നമ്മൾ വീട്ടിൽ വാഴ തന്നെയാണ്. ഈ ചെറുപ്പം മുതൽ സിനിമാ മോഹം ഉണ്ടായിരുന്നു. 8th സ്റ്റാൻഡേർഡ് മുതൽ എന്തായാലും സിനിമ എന്നുള്ളൊരു സാധനം മനസ്സിൽ കയറി അതിനുവേണ്ടി ട്രൈ ചെയ്ത് തുടങ്ങി. ആ സമയം തൊട്ടേ വീട്ടിൽ നിന്നുള്ള വീട്ടുകാരുടെ ഒരു അപ്രോച്ച്, എല്ലാവരുടെ റെസ്പോൺസ് ഒക്കെ? അതിപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ആദ്യം സിനിമ എന്ന് പറയുമ്പോൾ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ബേസിക് അപ്രോച്ച് തന്നെയായിരുന്നു അത്. പിന്നീട് നമ്മൾ ഇതിന് തന്നെ പിന്നെയും പൊക്കോണ്ടിരുന്നതിന് ശേഷം നമ്മളുടെ പടത്തിൽ പറയുന്നത് തന്നെയാണ്, ഒരു പോയിന്റിൽ നമ്മൾ എപ്പോഴാണോ അംഗീകരിക്കപ്പെടുക അപ്പോഴാണ് നമ്മുടെ പാരൻസ് നമ്മൾ അംഗീകരിക്കുന്ന എപ്പോഴാണോ അപ്പോഴാണ് നമ്മൾക്ക് സക്സസ് ആവുന്നതെന്ന് പറയുന്നുണ്ട്. ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നത് വരെ നമ്മൾ വീട്ടിൽ വാഴ തന്നെയായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്തു, അത് സക്സസ് ആയി തുടങ്ങി, ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ചിലപ്പോൾ ആക്സെപ്റ്റൻസിന് രണ്ടർത്ഥം ഉണ്ടായിരിക്കും, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള അർത്ഥം ഉണ്ടായിരിക്കാം, അല്ലാത്ത അർത്ഥം ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ വീട്ടിൽ എല്ലാത്തിലും ഹാപ്പി ആയിരുന്നു. ബേസിക്കലി എൻ്റെ അച്ഛനും അമ്മയും ആർട്ട് ഫീൽഡിൽ തന്നെയുള്ള ആൾക്കാരാണ്. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ നേരിട്ടില്ല. എന്നാലും പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടായിരുന്നു. ഒരു വാഴ കണ്ടതിന് ശേഷം ഒരു വാഴ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് പോലും ടിക്കറ്റ് കിട്ടാനില്ല. അപ്പോൾ അതാണ് ബേസിക് കാര്യം. അത് ആരും കണ്ടിട്ടില്ല. ഞാൻ വീട്ടിൽ കയറിയിട്ടില്ല, ഇതുവരെ ഞാൻ വീട്ടിൽ കയറിയിട്ടില്ല. കയറാൻ പറ്റിയിട്ടില്ല. അവര് കൊണ്ടുപോകണം, ഇപ്പൊ 2-3 ദിവസം കഴിയുമ്പോൾ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അവർക്കൊരാഗ്രഹം ഉണ്ടാവില്ല റിലീസ് ആവുന്ന അന്ന് തന്നെ സിനിമ പക്ഷെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിരക്കാണ്, എല്ലായിടത്തും ഭയങ്കര തിരക്കാണല്ലോ. അപ്പം അന്ന് വന്നിട്ട് എനിക്ക് ബേസിക്കലി അച്ഛനമ്മ ഞാനുണ്ടെങ്കിലേ കുറെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ എല്ലാവരും ഈ സിനിമയായിട്ട് ഇൻവോൾവ് ആണ്. അപ്പോൾ ആരും കൊണ്ടുപോകാനും ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. 2 ദിവസം കഴിഞ്ഞ് തിരക്ക് ഭയങ്കര ഒഴിവാക്കാനാണ് ശ്രമിക്കാറ്. ഈ സിനിമയുടെ ഒരു സ്പെഷ്യാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ ആക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നസീറക്കായിട്ട് സംസാരിച്ചപ്പോൾ നസീറക്ക് പറഞ്ഞാണ്, ഞാൻ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഇതിൽ മെയിൻ കാസ്റ്റുകളൊന്നും ഇല്ലാതെയാണ് ഈ സിനിമ ഈ ഒരു ലെവലിൽ ഇപ്പം നമ്മൾ ഇറങ്ങി ആദ്യത്തെ ദിവസം തന്നെ ലൈക്ക് ഒരുപാട് പേരിലേക്ക് തന്നെ എത്തുന്നുണ്ട്. അത് മെയിൻ കാസ്റ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നസീറയ്ക്കും ഇത്രയും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റോള് കിട്ടിയത് എന്നൊക്കെ നസീർക്ക് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, ഇതിൽ എല്ലാവർക്കും ഇപ്പൊ ജഗദീഷ് ഏട്ടൻ, നസീർക്ക, അസീസിക്ക, അതുപോലെ തന്നെ ഇപ്പൊ യങ് ആയിട്ടുള്ള ഹാഷിർ, ഈ ജോമോൻ, ഇവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ് ഈക്വലി കൊടുത്തിരിക്കുന്നത്. പക്ഷെ നോർമലി നമ്മളൊരു സിനിമ നോക്കിക്കഴിഞ്ഞത് ഒരു ക്യാരക്ടറിലേക്ക് മാത്രം പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ്, അത് സ്ക്രിപ്റ്റിൽ അങ്ങനെ തന്നെയായിരുന്നു? അങ്ങനെ തന്നെയായിരുന്നു. കാരണം വിപിൻ ചേട്ടൻ്റെ വിഷൻ എന്ന് പറയാനായിട്ട് ഇത് അച്ഛൻ മകൻ കഥ പറയുന്ന ഒരു സിനിമയാണ്. ബേസിക്കലി മസ്കുലിനിറ്റി ഡീൽ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മകൻ്റെ കഥ മാത്രമായിരിക്കില്ല, അച്ഛൻ്റെ കഥയായിരിക്കും. അപ്പോൾ ആ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ ഇപ്പം ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ല, എന്തുകൊണ്ട് ഇങ്ങനെ കാസ്റ്റിങ്ങിൽ ഇങ്ങനെ സെലക്ഷൻ നടത്തിയ നസീറിക്ക, അസീസിക്ക, ഈ പറഞ്ഞ പോലെ നോബി ചേട്ടൻ, ബാക്കി 2 അച്ഛന്മാർ ജിബിൻ ചേട്ടൻ, അരുൺ ചേട്ടൻ, ഇപ്പം അവർക്ക് കിട്ടിയ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നസീറിക്കെ നമ്മൾ ഇപ്പം കണ്ടുവന്നു, കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. റോഷാക്കിൽ നസീറിക്ക ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ത് അസാധ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുവരെ ചെയ്യാത്ത ഒരു ട്രാക്കിലേക്ക് എല്ലാവരും മാറുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുക. ഇപ്പം നോബി ചേട്ടനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ കോമഡി സ്റ്റാർസിൽ കണ്ട് ആ ഹ്യൂമറിനൊക്കെ ചിരിച്ച് വന്നിരിക്കുന്നതാണ്. അപ്പം ഇവരൊക്കെ വന്നിട്ട് ഈ ക്യാരക്ടറിലേക്ക് ബ്ലെൻഡ് ആകുമ്പോൾ അവർ കൊണ്ടുവരുന്ന അവരുടെ സീരിയസ് വേഷങ്ങൾ കണ്ടിരിക്കുന്ന വളരെ ചുരുക്കമാണ്. കണ്ട് ശീലിച്ച് ഇപ്പം നസീറിക്കയുടെ കണ്ട് ശീലിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ മലയാളികൾ. അസീസിക്കയുടെയും
ഈ പറഞ്ഞ പോലെ കണ്ട് ശീലിച്ച് തുടങ്ങി. കണ്ണൂർ സ്ക്വാഡാണ് അസീസിക്ക് ഒരു സീരിയസ് വേഷം എനിക്ക് അത്രയും കാണുന്നത്. അതിനു മുമ്പ് ഒരു അസീസിക്ക് ഒരു ഹ്യൂമർ ടച്ചൊക്കെ എവിടെയെങ്കിലും തൊട്ട് പോകുമായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി ഇവിടെ എല്ലാം ഭയങ്കര മെച്ചുവേർഡാണ്. ആ മെച്ചുവേർഡ് വേർഷൻ ഓഫ് ഇവരെ കാണിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതാണ് ആ പ്രശ്നസ് തന്നെയാണ്. അതുകൊണ്ടാണ് ആ കാസ്റ്റിലായാലും നമ്മൾ ഇപ്പം നസീറിക്കയിലേക്കും അസീസിക്കയിലേക്കും നോബി ചേട്ടനിലേക്കും ജിബിൻ ചേട്ടനിലേക്കും അരുൺ സോളേട്ടനിലേക്കും ജഗദീഷ് സാറിലേക്കും ഒക്കെ വരാനുള്ള ജഗദീഷ് സാറ് എപ്പോഴും വിളിക്കും. ജഗദീഷ് സാർ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് നിന്നാണ് ജഗദീഷ് സാറാണ്. ജഗദീഷ് സാറ് റിലീസിൻ്റെ തലേ 2-3 ദിവസമൊക്കെ ആയിട്ട് വിളിക്കും, ഓരോ അപ്ഡേറ്റ്സ് ഇവിടുന്ന് ചോദിക്കും. ഭയങ്കര ഹൈ എനർജിയിൽ നിന്ന ഒരാളാണ് ജഗദീഷ് സാർ. അപ്പോൾ സാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സാറ് വളരെ കുറച്ച് സീൻസിലേ ഉള്ളൂ എന്നുണ്ടെങ്കിലും സാർ അത്രയും എക്സൈറ്റഡ് ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ക്യാരക്ടറിനോട് സാറിന് തോന്നിയ ആ ഒരു ഇഷ്ടവും ബാക്കിയുള്ളവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹെൽത്തി ആക്ടിങ് കോമ്പറ്റീഷനും ഒക്കെ കൂടി ആൾക്കാർ ഇവരെല്ലാവരും ഭയങ്കര എൻജോയ്ഡ് ആൻഡ് ഹൈ ആയിരുന്നു. അപ്പോൾ അത് അവർക്ക് കിട്ടിയൊരു അഡ്രിനലാണ്. ഈ വാഴ എന്ന് പറയുന്ന ടൈറ്റിലും ഇത് തുടക്കത്തിലെ ഈ ടൈറ്റിൽ ഫിക്സ് ചെയ്താണ്, പിന്നീട് മാറ്റിയില്ല എന്നാണ് ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ കണ്ടത്. എന്തുകൊണ്ട് അത് മാറ്റമുണ്ടായി? ഇപ്പൊ വാഴ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലായിട്ട് ടൈറ്റിൽ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ട് വാഴ ആ ഒരു ഇതാണ്. പിന്നെ ഇപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ട് എന്നുള്ള ആൻസർ ഞാൻ തന്നെ പറഞ്ഞു. സിനിമ മനസ്സിലാകും. അല്ല, അത് മാറ്റേണ്ട തീരുമാനിച്ചിരുന്നു. മാറ്റേണ്ട ഓപ്ഷൻസ് ഇനിയിപ്പം അഥവാ മാറ്റേണ്ടി വന്നാൽ വേറെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളെല്ലാവരും പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ചിന്തിച്ചിരുന്നു. പക്ഷെ ആർക്കും ഈ പറഞ്ഞ പോലെ അതിന് ഈ വാഴയോളം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ കഥയോടും സ്ക്രിപ്റ്റിനോടും അത്രയും യോജിച്ച് നിൽക്കുന്ന ഒരു പേര് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. വേറെ പേരുകൾ വന്നതുപോലും ഓർക്കണില്ല, ഓപ്ഷൻസിൽ വന്നതുപോലും നമുക്ക് ഓർമ്മയില്ല. കാരണം അത്രയും ആപ്റ്റായിട്ടുള്ള ഇത്രയും ആപ്റ്റായിട്ടുള്ള പേര് വേറെ കിട്ടില്ല. പിന്നെ എല്ലാവർക്കും റിലേറ്റബിൾ ആവും. അതാണ് ആദ്യത്തെ കാര്യം. പോസ്റ്റർ നമ്മൾ ഇറക്കിയപ്പോൾ തന്നെ വാഴ എന്ന് പറഞ്ഞ ടൈറ്റിൽ പോസ്റ്റർ ഇറക്കിയപ്പോൾ തന്നെ ആൾക്കാർക്ക് കിട്ടി ഇതെന്താണ്, ഇത് തന്നെ ആയിരിക്കും എന്നുള്ളത് കിട്ടി. അത് തന്നെയാണ് ആ ഒരു പേരിന്റെ വിജയം എന്ന് പറയുന്നത്. വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്, പക്ഷെ ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ല, ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ഇത് ചോദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ജയ ഹേ പോലൊരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു സിനിമ എടുത്ത ആളാണ്. ആ ആളുടെ തലേന്ന് തന്നെ വന്നൊരു സിനിമയാണിത്. അവിടെ വിപിൻ ചേട്ടൻ ആദ്യം ജയ ഹേക്ക് മുന്നേ ചെയ്യാൻ വച്ചിരുന്ന സിനിമയാണ് ടു ഡീൽ അബൌട്ട് ദ പ്രോബ്ലംസ് ഓഫ് മെസ്കുലിൻ പീപ്പിൾ എന്നുള്ള രീതിക്ക്. അപ്പം ഇതിനകത്ത് ആൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ ആൺകുട്ടികളും അച്ഛന്മാരും തമ്മിൽ ഒരു ഏജ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് സ്ഫടികം സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അത് ഒരു ക്യാരക്ടർ ബേസ് ആയിട്ട് പോകുമ്പോൾ ഇവിടെ പല പല പ്രശ്നങ്ങളാണ്. ഒരു ഫാമിലി ഇഷ്യൂസ് മാത്രമല്ല, അവൻ്റെ പ്രണയം, അവൻ്റെ പഠിത്തത്തിൽ അവൻ അത്രയും ഇൻ്റലക്ച്വൽ അല്ലാതിരിക്കുക, എല്ലായിടത്തും അവൻ്റെ മണ്ടത്തരങ്ങൾ കാരണം അവൻ ഓരോരോ അബദ്ധത്തിൽ ചെന്ന് ചാടുക. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകുന്നത് പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ്. പെൺകുട്ടികൾ പോകുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇത് പറയുന്ന ഒരു പീരീഡുണ്ട്. ആ പീരീഡിൽ ഏറ്റവും കൂടുതൽ ഇത് ഇപ്പം ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം ഈ കണ്ടിരിക്കുന്നവർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന 90s കിഡ്സ് ആണ്. ആ ഒരു പീരീഡിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ തോന്നിവാസങ്ങളും കുരുത്തക്കേടുകളിലും കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബോയ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് എന്ന് പറയുന്നത്. എന്നാലും ഇതെല്ലാവർക്കും റിലേറ്റബിൾ ആവുന്നുണ്ട്. ഇപ്പം ഒരുപാട് ഫീമെയിൽസിനെ പ്രതിനിധീകരിക്കുന്നവരാണ് ഇതിനകത്ത്. മീനാക്ഷി അവതരിപ്പിച്ചിരിക്കുന്ന മായ എന്ന് പറയുന്ന ക്യാരക്ടർ, എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള. അതേപോലെ ഡെയ്സി എന്ന് പറയുന്ന ക്യാരക്ടർ, ശ്രുതി ചെയ്തിരിക്കുന്ന ഡെയ്സി എന്ന് പറയുന്ന ക്യാരക്ടർ, സിയ ചെയ്തിരിക്കുന്ന റീത്ത എന്ന് പറയുന്ന ക്യാരക്ടർ, ഇവരെല്ലാവരും അതിനെ അമ്മമാരുടെ ക്യാരക്ടർ. ഇപ്പം അച്ഛന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല പറയുന്നത്, അമ്മമാരെ ഇതിനകത്ത് ഇപ്പം വിഷ്ണു എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അമ്മ അവന് വേണ്ടി നിൽക്കുന്നുണ്ട്, അജോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അമ്മ അവന് വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പം അമ്മമാരെ നമ്മൾ കണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള സിനിമയാണ്, പക്ഷേ ത്രൂ ബോയ്സ്. അതാണ് ഇതിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാമിയോ വന്നു. പലരും സിനിമ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ എല്ലാരും കണ്ടുവരുന്ന തിയേറ്റേഴ്സ് ഒക്കെ ഫുൾ ആവുന്നു. ഇതില് ബേസിലിന്റെ ഒരു ക്യാരക്ടർ ശ്രദ്ധിക്കാൻ, ഐ മീൻ ഒട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ വന്നൊരു ക്യാരക്ടറാണ്. അത് ബേസിക്കലി ഇങ്ങനെ പ്ലാൻഡ് ബേസിലേട്ടനിലേക്കും അത് എത്തിപ്പെടുകയായിരുന്നു കേട്ടോ. ബേസിലേട്ടനിലേക്ക് അത് വിപിൻ ചേട്ടൻ സംസാരിച്ചതിന് ശേഷം ബേസിലേട്ടൻ അത് ചെയ്യാം എന്നുള്ളതിനകത്തേക്ക് വരുമായിരുന്നു. അപ്പോഴും എനിക്ക് ഡൗട്ടായിരുന്നു ബേസിലേട്ടൻ ചെയ്യോ ഇല്ല എന്നുള്ളത്. അപ്പോൾ വിപിൻ ചേട്ടനാണ് ബേസിലേട്ടനെ പേഴ്സണലി വിളിച്ച് അവരുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഫ്രണ്ട്ഷിപ്പിൽ സംഭവിച്ചൊരു ക്യാമിയോ ആണത്.
പിന്നെ ബേസിലേട്ടന് ഇപ്പം ഗൗതമനിലായാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ ഇതിനും എനിക്ക് ബേസിലേട്ടൻ ഉള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഫസ്റ്റ് മൂവിയിൽ ബേസിലേട്ടനായിരുന്നു എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തു. അതിനുശേഷം ഇതിനകത്ത് ഒരു ക്യാമിയോ വന്നിട്ട് ഞങ്ങളെല്ലാവരും രക്ഷിക്കാനായിട്ട് വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് ഞാനാണ്. അങ്ങനെയാണ് എത്തിപ്പെടുക. അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിലും പിന്നെ കഥയുടെ ആ ക്യാരക്ടർ വന്നു കഴിയുമ്പം ആ ക്യാരക്ടർ ഹൈ ആവും എന്നുള്ളതിൽ നമുക്ക് ഉറപ്പായിരുന്നു. അടുപ്പിച്ച ഒരേ ദിവസം തന്നെ 2 റിലീസുകളുമാണ് ബേസിലിനുള്ളത്. നുണക്കുഴി ഒരു സൈഡില് ഒരു സൈഡില് വാഴയും. ബേസിൽ ഫാൻസ് ആക്ച്വലി അറിഞ്ഞു വരുന്നതേ ഉള്ള ആൾക്കാര് അല്ല, നമ്മൾ ഓൾറെഡി റിലീസിന് മുമ്പേ റിവീൽ ചെയ്തായിരുന്നു. നമ്മൾ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ ബേസിലേൻ്റെ ഒരുപാട് ഫോട്ടോസ് പുറമെ പോയായിരുന്നു, മീഡിയാസിൽ തന്നെ പോയായിരുന്നു, നമ്മൾ പോലും അറിയാതെ പോയായിരുന്നു. അതിനുശേഷം ഇപ്പം നമ്മൾ ഷൂട്ടിന്റെ മുന്നേ തന്നെ നമ്മൾ കോളേജസിലായാലും പോകുമ്പോൾ ഇന്റർവ്യൂസിലായാലും നമ്മൾ റിവീൽ ചെയ്തായിരുന്നു. ബേസിലേൻ ഉണ്ടെന്നുള്ളത് റിവീൽ ചെയ്തായിരുന്നു. എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ കണ്ടാൽ മതി. അടുത്ത സിനിമകളുടെയൊക്കെ പ്ലാനിങ് ഒക്കെ ഇങ്ങനെ നടക്കുന്നത്? ഇങ്ങനെ പരിപാടികൾ എഴുത്തൊക്കെ കഴിഞ്ഞു, അതിന്റെ റീവർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബേസിക്സ്. അടുത്തത് റിട്ടേൺ ബൈ തന്നെയാണോ? റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ്, എഡിറ്റഡ് എന്തായാലും ഇല്ല, റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് വരും. 2 മൂവീസ് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് വരും. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, കോ-റൈറ്റർ ഉണ്ടാവും. അങ്ങനെ അത് എനിക്കിത് വിപിൻ ചേട്ടൻ തന്ന സിനിമയാണ്. വിപിൻ ചേട്ടൻ നീ ചെയ്യ് എന്ന് പറഞ്ഞ് തന്ന സിനിമയാണ്. അപ്പൊ അത് അങ്ങനെ സംഭവിച്ചാണ്. വിപിൻ ചേട്ടൻ ഇനി വലിയ വലിയ പരിപാടികളിലേക്കാണ് വിപിൻ ചേട്ടൻ പോകുന്നത്. അപ്പൊ നോക്കാം. ഇതിൽ അച്ഛൻ ക്യാരക്ടേഴ്സിന്റെ കൂടെ ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് കുറെ പേരുണ്ട്. ഇപ്പൊ ജഗദീഷ് ചേട്ടൻ, നസീർക്ക, അങ്ങനെ അസീസിക്ക, നോബി ചേട്ടനൊക്കെ ഉണ്ട്. ഇവരുടെ കൂടെ വന്ന അരുൺ സോൾ എന്ന ആക്ടറും ജിബിൻ ചേട്ടനും. ഇവർക്കും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് സീനിയർ ജൂനിയർ എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ തന്നെ അവരെയും ഈക്വലി ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ അവരെ ഇതിലേക്ക് കൊണ്ടുവന്നതും അവരുടെ കോൺട്രിബ്യൂഷൻസും ഒക്കെ എങ്ങനെയാണ്? അവരെ കൊണ്ടുവന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവരെല്ലാവരും ഞാൻ ജിബിൻ ചേട്ടനെ ഫസ്റ്റ് കാണുന്നത് മാഗ്നീറ്റോ ഷോർട്ട് ഫിലിമിലാണ്. എൻ്റെ ഷോർട്ട് ഫിലിമിൽ നിന്നാണ്. കാരണം ഇത് ജിബിൻ ചേട്ടൻ ട്രിവാൻഡ്രമാണ്, അരുൺ ചേട്ടൻ ട്രിവാൻഡ്രമാണ്. അപ്പം നിതീഷ് ചേട്ടൻ ആണ് എനിക്ക് ഇവരെ എല്ലാവരെയും പരിചയപ്പെടുത്തി തരുന്നത്. ഫാലിമിയിൽ ചെല്ലുമ്പോഴും അന്താക്ഷരിയിലാണ് ഞാൻ ഫസ്റ്റ് അരുൺ ചേട്ടനെ പരിചയപ്പെടുന്നത്. അരുൺ സോൾ ചേട്ടനെ ഞങ്ങളുടെ കോമൺ സീനായിരുന്നു, ഒരു പോലീസ് സ്റ്റേഷൻ സീനായിരുന്നു. അന്നാണ് അരുൺ ചേട്ടനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഫാലിമിയിൽ കണ്ടു. ജിബിൻ ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് മാഗ്നീറ്റോയിലാണ്. അതിനുശേഷം ഗൗതമൻ തുടങ്ങിയ സമയത്ത് ഞാൻ ജിബിൻ ചേട്ടനെ വിളിച്ചായിരുന്നു, എനിക്കൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വിളിച്ചായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ക്യാരക്ടർ എനിക്ക് ജിബിൻ ചേട്ടന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ആഗ്രഹങ്ങൾ പോലെ തന്നെ വിപിൻ ചേട്ടനും സെയിം ആഗ്രഹങ്ങളായിരുന്നു, ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ കോമൺ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടുപേരും ഞങ്ങൾ പരസ്പരം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് തന്നെ ഈ ക്യാരക്ടർ വരുമ്പോഴാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പം ഞാൻ നസീറിക്കയുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് മെമ്മറൈസ് ചെയ്യാനുള്ള നസീറിക്കയുടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇത് വിപിൻ ചേട്ടനെ വിളിച്ച് പറയാം, നമുക്ക് ഇന്ന ക്യാരക്ടർ നസീറിക്കയ്ക്ക് കൊടുക്കാം എന്ന് പറയാനായിട്ടിരിക്കുമ്പോഴാണ് വിപിൻ ചേട്ടൻ എനിക്ക് അവിടെ നിന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നത്, എടാ നമുക്ക് ഈ ക്യാരക്ടർ നസീറിക്കയ്ക്ക് ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വർക്കൗട്ടായ പല കാര്യം. ഇപ്പം ജിബിൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അരുൺ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവരെ നമുക്ക് അന്നോട്ടേ പരിചയമുണ്ട്. ഇവർ ഭയങ്കര എന്താ പറയുക, അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് ഇങ്ങനെ ചാൻസസിൻ്റെ പുറകെ നടന്ന ആൾക്കാരാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ ഇവരുടെ ക്യാരക്ടേഴ്സ് ചെയ്ത ആ ഒരു ഇമ്പാക്റ്റ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അരുൺ ചേട്ടൻ്റെ ഡയലോഗ്സിന് തിയേറ്ററിൽ കിട്ടുന്ന കയ്യടിയിൽ ഹാപ്പി ആവുന്നത് അരുൺ ചേട്ടനെ പോലെ തന്നെ ഞാനാണ്. അതുപോലെ ജിബിൻ ചേട്ടൻ്റെ ഇമോഷണൽ സീക്വൻസിന് ആൾക്കാർ അവിടെ അത്രയും കണ്ടന്റായിട്ട് ഇരിക്കുമ്പോൾ ഹാപ്പി ആവുന്നത് ജിബിൻ ചേട്ടനും ഞാനും നമ്മളെല്ലാവരുമാണ്. ഇവരുടെ ഹാപ്പിനെസ് കാരണം ഇവർ നമ്മളെ വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഡ്രിനാലിനുണ്ട്. അതിൽ കൂടെയൊക്കെയാണ് നമ്മൾ കടന്നത്. അങ്ങനെയാണ് ഇവർക്കും എല്ലാവർക്കും ചെയ്യാൻ കാര്യങ്ങളുണ്ട്. ഇവരുടെ ഒന്നും ആരും യൂസ് ചെയ്തിട്ടില്ല, അത്രയും അടിപൊളിയായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, വിപിൻ ചേട്ടൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വിപിൻ ചേട്ടനും അതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തതും ഒക്കെ എനിക്ക് അവർ ഏറ്റവും കൂടുതൽ നന്നായി അവർ വന്നിട്ടുണ്ട്. അതാണ് ഈ നസീറൊക്കെ പറഞ്ഞിരുന്നു ഒരു സീനിൽ, ഒരു പെർട്ടിക്കുലർ സീനിൽ, ഒരു ഇന്റർവ്യൂ കഴിഞ്ഞായിരുന്നു ഒരു സീനിൽ. ആ ഒരു സീനിൽ നസീറൊക്കെ ആദ്യം ഒരു ടേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചിരിയും വിഷമത്തോടെയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് ഡയറക്ടർ ആ രീതിയിൽ പറഞ്ഞു എന്ന്. അപ്പം സ്പോട്ടിൽ നടത്തുന്ന ചില സീനുകളുടെ ഒരു ഇംപ്രൂവൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഏത് എക്സ്പ്രഷൻ ആണോ അവിടെ വേണ്ടത് അവിടെ സഡൻ ആയിട്ട് വരുന്ന ചേഞ്ചസ്, അങ്ങനെ പെട്ടെന്ന് മാറ്റിയിട്ട് വർക്കായ ചില സീനുകൾ ഉണ്ടാകുമോ? പെട്ടെന്ന് മാറ്റിയിട്ട് എനിക്ക് ഇത് ഇമോഷണലി ഇതെനിക്ക് ഭയങ്കര വർക്കായതാണ്. അതേപോലെ തന്നെ
ഇതിനകത്ത് ഒരുപാട് ഇംപ്രവൈസേഷൻസ് ആണ് നടന്നിരിക്കുന്നത്. ഹ്യൂമറിലായാലും ഇമോഷൻസിലായാലും അസീസിക്കയുടെ ഒക്കെ സീൻസ് ഭയങ്കര രസമായിട്ടാണ് പോയിരിക്കുന്നത്. എസ്പെഷ്യലി ആ ഇത് വെള്ളം ഒഴിക്കുമ്പോൾ നോക്കുന്ന ആ ഒരു നോട്ടമൊക്കെ, പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴുള്ള സീൻസൊക്കെ ഭയങ്കര അങ്ങനെ ഓൺ ദ സ്പോട്ട് ഇംപ്രവൈസേഷൻസ് അവർ തന്നെ എനിക്ക് തരുന്നുണ്ടായിരുന്നു. എനിക്ക് അധികം അതാ പറഞ്ഞു, എനിക്ക് അവരുടെ അടുത്തേക്ക് എനിക്ക് അധികം അങ്ങനെ പോണ്ടി വന്നിട്ടില്ല. ഞാനിത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് ഈ ഒരു സിനിമയിൽ അഭിനയിച്ച ഇത്രയും ആളുകളാണ്. ഐ സീ ദം ലൈക്ക് ജെംസ്. കാരണം അങ്ങനെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ആ ഫ്രഷ്നെസ് കൊണ്ടാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നതും അവർക്കും കൂടെ ആഗ്രഹമുണ്ട്. ഇപ്പം നസീറിക്ക ഡബ് ചെയ്യാൻ വരുമ്പോൾ, അസീസിക്ക ഡബ് ചെയ്യാൻ വരുമ്പോൾ, നോബിച്ചേട്ടൻ ഡബ് ചെയ്യാൻ വരുമ്പോൾ, എല്ലാവരും ഡബ് ചെയ്യാൻ വരുമ്പോൾ, ജോമോൻ എല്ലാവരും ഡബ് ചെയ്യാൻ വരുമ്പോൾ, അനുരാജ് എല്ലാവരും ഡബ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഇവർ അഭിനയിച്ചു, ഓക്കെ, അതിനേക്കാൾ കൂടുതൽ ഡബിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അഭിനയത്തിലും അത് തന്നെയാണ്. ഇപ്പം ഞാൻ ഒരിക്കലും എൻ്റെ ടേക്ക് ഓക്കെ ആയിട്ട് ഞാൻ ഒരിക്കലും ഓക്കെ ടേക്ക് ഓക്കെ ഞാൻ DOP അടുത്ത് ചോദിക്കും, പുതുശ്ശേരി ഓക്കെ ആണോ ചോദിക്കും. അവിടെ ഞാൻ ചോദിക്കും. അവർക്ക് ഒന്നുകൂടെ പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോകും. കാരണം അവിടെയാണ് അവർക്ക് ഇനിയും എന്തെങ്കിലും തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സിനിമയ്ക്ക് വേണ്ടത്. അല്ല എൻ്റെ ഈക്വൽ കോൺട്രിബ്യൂഷൻ. ഞാൻ ആ സ്പേസിലാണ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ മ്യൂസിക്കിലായാലും ഇപ്പോൾ അങ്കിത്തേട്ടൻ്റെ അടുത്തായാലും ഞാൻ പോകുമ്പോൾ എനിക്കൊരു മൂഡ് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്കിത്തേട്ടൻ അതിനകത്ത് തരുന്നതിൽ ഞാൻ മാക്സിമം സ്പേസ് കൊടുക്കും. എന്നിട്ട് ഞാൻ അതിനകത്ത് പറയുള്ളൂ. എല്ലാ സ്പേസും SFXനായാലും എല്ലാത്തിനും ഞാൻ ആ സ്പേസ് അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കട്ട് പറയുമ്പോഴായാലും ടേക്ക് ഓക്കെയാണ്, നസീറിക്ക അല്ലെങ്കിൽ അസീസിക്ക നിങ്ങൾ ഓക്കെയാണോ, ഒന്നുകൂടെ ഞാൻ ഓക്കെയാണ്, ഒന്നുകൂടെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. ആ ഒരു സ്പേസിലാണ് ഈ പടം ഇത്രയും വിജയമായി നിൽക്കാനുള്ള കാരണം. ആ ഒരു സ്പേസാണ്, എല്ലാവർക്കും ഉള്ള സ്പേസാണ്. എന്നാലും പ്രതീക്ഷ പോലെ അല്ലെ, പ്രതീക്ഷിച്ചതിനപ്പുറം ഒരു വിജയം വാഴ എന്ന സിനിമ ഇപ്പൊ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സിനിമ ഏകദേശം ഇതുപോലുള്ള ഒരു ജോണർ തന്നെ ആയിരിക്കും അതോ? ഏകദേശം ഏറെക്കുറെ ഇതേപോലെ ജോണർ ആയിരിക്കും. അപ്പം ഹാഷിർ ഫാൻസ് നോക്കിയിരിക്കുന്നതിന് വാഴ 2 തന്നെ ആയിരിക്കും. ഹാഷിർ ഫാൻസിനോട് മാത്രമല്ല എല്ലാവരോടും, പ്രേക്ഷകരോട് എന്താണ് ഈ വാഴ എന്ന സിനിമയെ കുറിച്ച് പറയാനുള്ളത്? വാഴ സിനിമയെ കുറിച്ച് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും എന്താണ് പോയി കാണണം. ഇപ്പൊ ഫാമിലി ആയാലും മടിച്ചിരിക്കരുത്. ഇത് എല്ലാവർക്കും റിലേറ്റബിൾ ആവുന്ന സിനിമയാണ്. അച്ഛനും മോനും ഒക്കെ ആയിട്ടിരുന്ന് പോയി കാണുമ്പോൾ ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആവും. അതാണ് വാഴ 2നെ കുറിച്ച് പിന്നെ ഞാനിപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. എന്തായാലും വാഴ 2 ഉണ്ടായിരിക്കും. അത് എങ്ങനെയാണ് എപ്പോഴാണ് എന്നുള്ളതൊക്കെ ഇതിൻ്റെ ക്രിയേറ്ററുണ്ട്, വിപിൻ ചേട്ടൻ്റെ സൈഡിൽ നിന്ന് WBTS പ്രൊഡക്ഷൻസിൽ നിന്നും ഐക്കൺ അതേപോലെ ഇമാജിനിൽ നിന്നൊക്കെ അത് സിഗ്നേച്ചറിൽ നിന്നൊക്കെ അവരൊരു അപ്ഡേറ്റ് തരും. അതനുസരിച്ചിട്ട് നമുക്ക് കാത്തിരിക്കാം എന്നുള്ളത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ അധികാരമുള്ളൂ. അതാണ്. എന്നാലും ഞങ്ങളും കാത്തിരിക്കാം വാഴ 2വിന് വേണ്ടിയിട്ടും വരാൻ പോകുന്ന ബാക്കി പ്രോജക്ട്സിന് വേണ്ടിയിട്ടും. ആൻഡ് ഇപ്പോൾ വാഴ റിലീസായിട്ടേ ഉള്ളൂ. വളരെ ഇതിലും വിജയമാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.